മലയാളികളല്ല, മനുഷ്യൻ കണ്ടിരിക്കേണ്ട സിനിമ. ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. നവാഗതനായ അജയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് അച്യുതൻ്റെ അവസാന ശ്വാസം. സിനിമയുടെ പേര് പോലെ തന്നെ ശ്വാസം അല്ലെങ്കിൽ വായു മനുഷ്യന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്ന് സിനിമ പറയുന്നു. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ അച്യുതൻ എന്ന പേരുള്ള മലമുകളിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധനും അയാളെ നോക്കാനെത്തുന്ന വൃദ്ധയായ ഒരു സ്ത്രീയും ചെറുപ്പക്കാരനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന അച്യുതനെയും കൊറോണ വന്നതോടെ സിലിണ്ടറിന്റെ വില കൂടുന്നതും നിർധനായ അച്യുതന് ഓക്സിജൻ വില കൊടുത്ത് വാങ്ങാൻ കഴിയാതെയാവുന്നതും തുടങ്ങി മനുഷ്യനെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ അവസാനത്തിലെത്തുമ്പോൾ അച്യുതന് ഓക്സിജൻ കിട്ടണമെന്ന ആവശ്യം പ്രേക്ഷകന്റെ കൂടെ ആവശ്യമായി മാറുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഒരു പോസിറ്റീവായി തോന്നിയത്. സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ടത് കഥാപാത്രങ്ങളുടെ അഭിനയം തന്നെയാണ്. അച്യുതനായി സ്ക്രീനിലെത്തിയ ജോസഫ് ചിലമ്പൻ ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി ആഴത്തിൽ ചെയ്തു എന്ന് പറയാം. ഒരു നാടക നടനിൽ നിന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ വരുന്ന സ്വാഭാവികത എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഉറപ്പായും ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കഥാപാത്രമാണ് പോളി വത്സന്റെ തങ്കമ്മ. ഓരോ സീനുകളും വളരെ നാച്ചുറലാക്കി മാറ്റാൻ അവർക്ക് പതിവ് പോലെ ഈ സിനിമയിലും സാധിച്ചിട്ടുണ്ട്. തങ്കമ്മയും അച്യുതനുമായുള്ള ഇമോഷണൽ കണക്ഷൻസ് കൃത്യമായി സംവിധായകൻ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയുടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയുമെല്ലാം സിനിമ കണ്ടിരിക്കാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. തരുൺ സുധാകരന്റെ ഛായാഗ്രഹണവും മിലൻ ജോണിന്റെ മനോഹരമായ മെലഡി ഗാനങ്ങളും ചേർന്ന ചിത്രം വികസനം ഭാവി തലമുറയുടെ ജീവിതത്തെ എത്രത്തോളം ഭയാനകമായി ബാധിക്കുന്നു എന്ന സമകാലിക വിഷയം കൂടി സംസാരിക്കുന്നു. കൊമേഴ്ഷ്യൽ എലമെന്റ്സോ സ്റ്റാർ വാല്യൂ വെച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്താതെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി പ്രേക്ഷകർക്കായി കഥ പറയുന്ന ഒരു നല്ല ചിത്രമാണ് അച്യുതൻ്റെ അവസാന ശ്വാസം. ഈ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായവുമായി വീണ്ടും കാണാം.